അപ്പോ ഇതാണല്ലേ അളിയൻ പറഞ്ഞ ആ മന? അതെ, ഇതാണ് ആ മന. കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ഇത് അതല്ല, അത് വേറെ, ഇത് വേറെ. അല്ല, നമ്മൾ വണ്ടി വിളിച്ചിട്ട് എന്താ ആരും ഇങ്ങോട്ട് വരാത്തെ? നടന്ന് മനുഷ്യന്റെ കാല് പോയി. കണ്ടിട്ട് ഏതോ പ്രേതഭവനം പോലെ. ആളുമില്ല, അനക്കവുമില്ല, ആകെ ഒരു ശോകം പോലെയല്ല. ഇതൊരു പ്രേതഭവനം തന്നെയാ. അളിയന് പെങ്ങളെ തരാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, അല്ലാതെ എനിക്ക് പോലും അറിയാത്ത ഒരു പ്രേതത്തിനെ കൊണ്ട് എന്നെ കൊല്ലിക്കണോ? എടാ, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ. ഇവിടെ അങ്ങനെ പ്രേതമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇത്രയും റിസ്കിൽ ഞാൻ എൻ്റെ ശ്രീയെ കൊണ്ടുവരൂ? നിങ്ങളെയല്ലേ കൊണ്ടുവരൂ? ഇങ്ങേർക്ക് ഭ്രാന്താടാ. ചെറുതായിട്ടുണ്ട്. ആരംഭമാകാനേ സാധ്യത ഉള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കുമോ? മതി, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാനില്ലേ കൂടെ. നിങ്ങൾ വാ, നല്ല മഴ വരുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാം. അതിന് ഇത് തുറക്കാൻ ചാവി വേണ്ടേ? അതാ ഞാനും നോക്കുന്നത്. ഇവിടെ ഒരു ഗിരീഷ് ഉണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങേരെ ആണെങ്കിൽ കാണാനുമില്ല. ക്ഷമിക്കണം, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയി, അതാ താമസിച്ചത്. അല്ല, ബോംബെയിൽ നിന്ന് വന്ന കുട്ടികളല്ലേ? അതെ ചേട്ടാ, ഞാൻ ഗിരീഷ്. നിങ്ങളകത്തേക്ക് വാ. അതെ ചേട്ടാ, നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ വല്ലതും കിട്ടോ? വൈകിട്ട് എൻ്റെ ഭാര്യ വരും. അവൾ കൊണ്ടുവരും ഭക്ഷണം. അവൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ. അതാ വീട്ടിൽ നിന്നും കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. നാളെ മുതൽ അവൾ ഇങ്ങോട്ട് വരും. നിങ്ങൾ വാ. സാറ് പറഞ്ഞതുപോലെ മുറിയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ എല്ലാം റൂം എവിടെയാ? ഞങ്ങളുടെ എല്ലാവരും ഒറ്റക്കൊറ്റക്കാ കിടക്കാൻ പോകുന്നത്. പെൺകുട്ടികൾ രണ്ടും ഒരുമിച്ച് കിടന്നാൽ മതി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പിന്നെ പവിക്കും കൃഷ്ണക്കും ഒരു റൂം. സ്വന്തം പെണ്ണുകളുടെ കാര്യത്തിൽ എന്താ ഒരു ശുഷ്കാന്തി. പെൺകുട്ടികൾ ഒറ്റക്കായ സ്ഥിതിക്ക് ഞാനും അവരുടെ കൂടെ ആ മുറിയിൽ കിടക്കാം. വെറുതെ രാത്രി പേടിക്കണ്ടല്ലോ. ഞങ്ങളോ? എങ്ങോട്ടാടാ പോകുന്നേ? കേറിപ്പോടാ എല്ലാത്തിൻ്റെ ഈ റൂമിലോട്ട്. അയ്യോ ചേട്ടൻ പേടിക്കണ്ട. ഞാൻ അവന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചേട്ടൻ പോയി ചേച്ചിയെ കൂട്ടി വന്നോളൂ. ഉച്ചക്കും ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട്. പോയിട്ട് വാ ചേട്ടാ. എന്ത് വില കൊടുത്തും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. അതെ, പക്ഷെ എങ്ങനെ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ നിന്ന് ചാടുന്നു. ഇപ്പൊ പിന്നെ പകലാണല്ലോ. എടാ വിവരം ഇല്ലാത്തവനെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞുള്ള കാര്യമാ പറഞ്ഞത്. അത് കുറച്ച് റിസ്ക് അല്ലേ? റിസ്ക് എടുക്കുന്നവനെ എവിടെയും വിജയിച്ചിട്ടുള്ളൂ. അതിന് നമ്മൾ എക്സാം എഴുതാൻ പോവല്ല. ഓ, ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. രക്ഷപ്പെടാൻ പറ്റിയാലെന്താ, പുളിക്കോ? അഥവാ പ്രേതം പിടിച്ചാൽ നമ്മുടെ ആയുസ് അത്രയേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളൂ. അല്ലടാ, നമ്മൾ പോയാലും ബാക്കിയെല്ലാം ഇവിടെയല്ലേ. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മൾ അച്ഛന്മാരെയും അമ്മമാരെയും ഫോം വിളിക്കണം. അവരുടെ ശക്തമായ ഇടപെടൽ മൂലം ഇവരും പുറത്തു വരും. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ അവരെ അങ്ങ് വിളിച്ചാൽ പോരെ? ബെസ്റ്റ്. എന്നിട്ട് നീ ആ കണ്ടാമൃഗത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്ക്. നിന്റെ പെങ്ങളെ വിധവയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അളിയൻ പോയാലേ വേറെ അളിയനെ കിട്ടൂ. അത് ശരിയാ. ഓ, രണ്ടും കൂടി അലറിക്കൂവി ആരെയും അറിയിക്കാതെ. ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണിൽ? ഒരു ഫ്രണ്ട്. ഏതു ഫ്രണ്ട്? നിങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയാത്ത ഏതു ഫ്രണ്ടാ നിനക്കുള്ളത്? ഗേൾ ഫ്രണ്ട്. നിനക്കോ?
നീയല്ല ഇന്നലെ പറഞ്ഞത് നിനക്ക് കെട്ടേണ്ട സിംഗിൾ ആണെന്നൊക്കെ. അതൊക്കെ ഒരു ചാടക്ക് പറഞ്ഞതല്ലേ. എന്നിട്ട് പെണ്ണാരാ? സമയമാകുമ്പോൾ ഞാനൊക്കെ പറയാം കേട്ടോ. എങ്കിലും പറയടാ, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ഇപ്പൊ വേണ്ട. അവളുടെ വീട്ടുകാർക്കൊക്കെ ഓക്കെ, പക്ഷെ അവൾക്കൊരു ചേട്ടനുണ്ട്. അവന്റെ കാര്യമാണ് കുറച്ച് പ്രശ്നം. എന്റെ സ്റ്റാറ്റസിന് ചേർന്നവനല്ല. അവനെ നമുക്ക് നാട് കടത്താം, അല്ലെങ്കിൽ അങ്ങ് തട്ടിക്കളയാം. ഇപ്പൊ നീ ഇത് പറ, ആരാ ആള്? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. അളിയനെ തട്ടണ്ട. എന്റെ മക്കൾക്ക് മാമൻ വേണം. ശല്യം ചെയ്യാതെ പോയ രണ്ടുപേരും. അല്ല ആദി, ഇവനിനി വട്ടായതാണോ? അല്ലടാ, ചെക്കൻ സീരിയസ് ആണ്. നീ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവന്റെ ഉള്ളിൽ ഒരു കൊച്ചു കാമുകൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നിട്ട് എന്നിൽ നിനക്ക് ആ കാമുകനെ കാണാൻ പറ്റുന്നുണ്ടോ ആദി? അതെ, ഞാൻ ഒന്ന് മാത്രം നോക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഒന്നിലധികം നോക്കുന്നവരുടെ കാര്യമല്ല. എന്താടാ? ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിനക്ക് ഞാൻ തരാടാ ആദി. മോളെ മാൻവി. കോഴി. പോടെ കോഴിന്നോ? മോളെ മാൻവി, ചേട്ടനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. അല്ല സിദ്ധു, ആരെ പെണ്ണ്? ഞാനിനി തനുവിനെ വിളിക്കണോ? അയ്യോ വേണ്ടേ. എന്താ പവി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, വെറുതെ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി. நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே. ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் தானே. ശ്രീ, എന്താ ചേട്ടാ? നീ ഇനി എന്നെ ആദ്യം തന്നെ വിളിച്ചാൽ മതി, അതാ നല്ലത്. എന്തു പറ്റി ശ്രീ? സത്യം പറ, നിങ്ങൾ കുടിച്ചോ മനുഷ്യ? ഞാനോ? ഇല്ല. എന്നാ പിന്നെ ഒന്ന് ഊതിക്കേ. അപ്പൊ കുടിച്ചിട്ടില്ല. അതെ ആദ്യേട്ടാ, ഇവിടെ ശരിക്കും പ്രേതമുണ്ടോ? എനിക്കറിയില്ല. എന്നാലും ഇങ്ങോട്ട് ഇപ്പൊ വരണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് വരാമായിരുന്നു അല്ലേ? എന്താ ശ്രീ, നിനക്ക് പേടിയുണ്ടോ? ചെറുതായിട്ട്. ഞാനുള്ളപ്പോൾ നിനക്കൊന്നും വരില്ല ശ്രീ, വരാൻ ഞാൻ അനുവദിക്കില്ല.